പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂൺ 9, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ പരീക്ഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതേത് പരീക്ഷയായിക്കോട്ടെ, നമ്മൾ അതിനു വേണ്ടി സമയം ചിലവഴിക്കും തോറും ആ പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിക്കുന്നു, എങ്ങനെ ചിലവഴിക്കുന്നു, ആ പ്ലാനിങ് എല്ലാം തന്നെയാണ് ഒരു പരീക്ഷയുടെ വിജയം. നിങ്ങളുടെ പ്രയത്നമാണ് നിങ്ങളുടെ വിജയം. നമുക്കിന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. വനിതകളുടെ സിംഗിൾസ് ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് 2024 നേടിയത് ആരാണ്? ഇഗ സ്വിയാതെക്. വനിതകളുടെ സിംഗിൾസ് ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് ഇഗ സ്വിയാതെക്. ഫ്രഞ്ച് ഓപ്പൺ ആയിരുന്നു ഈ കഴിഞ്ഞ ശനിയാഴ്ച ഫൈനൽ മത്സരം. ഈ മത്സരത്തിൽ 6-2, 6-1 ജാസ്മിൻ പൗളിനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇഗ സ്വിയാതെക് ഈ കഴിഞ്ഞ ജൂൺ 8 ഫ്രഞ്ച് ഓപ്പൺ കരസ്ഥമാക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ പ്രാവശ്യം തുടർച്ചയായിട്ട് വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇഗ സ്വിയാതെക്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് 4ാമത്തെ വിജയമാണിത്. ഇവിടെ നമുക്കെടുത്ത് പറയുന്ന ഒന്നാണ് പ്രയത്നം. നമ്മൾ പ്രയത്നിക്കുന്തോറും അതിന്റെ റിസൾട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. 2005 മുതൽ 2007 വരെ ജസ്റ്റിൻസ് ഹെനിന് ശേഷം പാരീസിൽ തുടർച്ചയായിട്ട് 3 ട്രോഫികൾ നേടുന്ന ആദ്യ വനിതയാണിപ്പോൾ പോളണ്ടിന്റെ പ്രൊഫഷണൽ ടെന്നീസ് താരമായിട്ടുള്ള ഇഗ സ്വിയാതെക്. 2020 ഫ്രഞ്ച് ഓപ്പണും 2022 US ഓപ്പണും നേടിയിട്ടുള്ള ഇഗ സ്വിയാതെക്കിന്റെ നല്ലൊരു മുന്നേറ്റമാണ്. ഫ്രഞ്ച് ഓപ്പൺ ഈ ടൂർണമെന്റിന് പറയുന്ന വേറെ പേരാണ് റൊണാൾഡ് ഗാരോസ്. റൊണാൾഡ് ഗാരോസ് എന്നതും ഫ്രഞ്ച് ഓപ്പൺ തന്നെയാണ്. ഇതൊരു റെഡ് ക്ലേയിൽ നടക്കുന്ന, അതായത് ചുവന്ന കളിമണ്ണിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. 15ാം കേരള സംസ്ഥാന നിയമസഭയുടെ 11ാം സമ്മേളനം ഏത് തീയതിയിലാണ് ആരംഭിക്കുന്നത്? 10 ജൂൺ 2024. 15ാമത്തെ കേരള നിയമസഭയാണ് ഇപ്പോഴത്തെ. അതുപോലെ തന്നെ ഈ 15ാമത്തെ കേരള നിയമസഭയുടെ 11ാമത്തെ സമ്മേളനമാണ് ഈ വരാൻ പോകുന്ന, അതായത് ജൂൺ 10 നാളെ നടക്കാൻ പോകുന്നത്. 22 ദിവസത്തെ സമ്മേളനമായിരിക്കുള്ളൂ. ഇതിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് 2024-25 ആ ബഡ്ജറ്റ് പാസ്സാക്കുക, കൂടാതെ കേരള പഞ്ചായത്ത് രാജ് ഭേദഗതിയും കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലും ഈ ഒരു അവസരത്തിൽ അവതരിപ്പിക്കും. 2024 ഇലക്ഷനിൽ നിന്നിട്ടുള്ള 2 MLA-മാരായിരുന്നു SC/ST വെൽഫെയർ ആൻഡ് ദേവസ്വം കെ രാധാകൃഷ്ണനും ഒപ്പം MLA കോൺഗ്രസിന്റെ MLA ഷാഫി പറമ്പിൽ. ഇവർ രണ്ടുപേരും വിജയിച്ചു. MLA എന്ന ആ പൊസിഷൻ ഇപ്പോൾ വേക്കന്റ് ആണ്. രണ്ടുപേരും MP-മാരായി. ഈ ഒരു MLA സ്ഥാനത്തിന് വേണ്ടിയുള്ള ഇലക്ഷൻ അതിന്റെ തീരുമാനവും ആ ഡേറ്റും 11ാമത്തെ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി ഏകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? രാഹുൽ ഗാന്ധി. 18ാമത്തെ ലോകസഭയിലേക്കുള്ള ഇലക്ഷൻ ആയിരുന്നു 2024. ഇതനുസരിച്ച് 18ാമത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് ഏകണ്ഠമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. ഇപ്പൊ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയെ ഏകണ്ഠമായിട്ട് 18ാമത്തെ ലോകസഭയിലേക്കുള്ള പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയെ ലോകസഭയിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന രീതിയിലാണ് ശശി തരൂർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 99 സീറ്റ് ആണ് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യകക്ഷിക്ക് 232 സീറ്റ് ലഭിച്ചു. ഇതിൽ കോൺഗ്രസിന് 99 കഴിഞ്ഞ, അതായത് 2019 ഇലക്ഷനിൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത് 52 സീറ്റ് ആണ്. ആകെ ആ മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളത് 91. വലിയൊരു മാറ്റമാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. അതായത് 232 സീറ്റ് ആണ് ആകെയുള്ളത്. ഇതിൽ 99 സീറ്റ് കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവായിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ളതും രാഹുൽ ഗാന്ധി. 2024 ജൂൺ 8 അന്തരിച്ച ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകന്റെ പേര് ചെറുകുരി രാമോജി റാവു. ഹൈദരാബാദ് പോയിട്ടുള്ള മിക്കവാറും പേര് കണ്ടിരിക്കാൻ വഴിയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം സെന്ററും കൂടിയായിട്ടുള്ള റാമോജി ഫിലിം സിറ്റി. റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകൻ ആണ് ചെറുകുരി രാമോജി റാവു. ഇദ്ദേഹം ഈ കഴിഞ്ഞ ജൂൺ 8 അന്തരിച്ചു. മാധ്യമ വ്യവസായിയും വ്യവസായ പ്രമുഖനുമായിട്ടുള്ള ചെറുകുരി, ഇദ്ദേഹത്തിന്റെ വയസ്സ് 87 ആയിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ 8 അന്തരിച്ചിട്ടുള്ളത്. മീഡിയ പ്രൊപ്പറേറ്ററും ചലച്ചിത്ര നിർമ്മാതാവുമായിട്ടുള്ള ഇന്ത്യൻ വ്യവസായിയുമായിട്ടുള്ള ചെറുകുരി രാമോജി റാവു ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് റാമോജി ഫിലിം സിറ്റി. കൂടാതെ ഈടനാട് പത്രം, TV ചാനലുകൾ, ETV ചാനൽ, ചലച്ചിത്ര മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം, ഇവയെല്ലാം അദ്ദേഹത്തെ എപ്പോഴും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയായിരുന്നു ചെറുകുരി രാമോജി റാവു.
2019 അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന സിവിലിയൻ അവാർഡ് ആണ് ഭാരത് രത്ന. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ അവാർഡ് ആണ് പത്മവിഭൂഷൺ, മൂന്നാമത്തേത് പത്മഭൂഷൺ, നാലാമത്തേത് പത്മശ്രീ. 2024 ജൂൺ 8 പാർലമെന്ററി പാർട്ടിയുടെ ചെയർപേഴ്സണായി ആരാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? സോണിയാഗാന്ധി. സോണിയാഗാന്ധി വീണ്ടും റീ ഇലക്റ്റഡായി പാർലമെന്ററി പാർട്ടിയുടെ ചെയർപേഴ്സൺ ആയിട്ട്. എല്ലാ ലോക്സഭ രാജ്യസഭ എംപിമാരും അടങ്ങുന്ന പാർലമെന്ററി പാർട്ടിയുടെ ചെയർപേഴ്സൺ ആയിട്ടാണ് മുതിർന്ന പാർട്ടി നേതാവായിട്ടുള്ള സോണിയാഗാന്ധിനെ വീണ്ടും തിരഞ്ഞെടുത്തിട്ടുള്ളത്. സോഷ്യൽ ഡെമോക്രാറ്റിക് രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിട്ട് നിന്നിട്ടുള്ള വ്യക്തിയാണ് സോണിയാഗാന്ധി. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വിസ്താര എയർലൈൻസ് ഏത് കമ്പനിയുമായി ലയിപ്പിക്കുന്നതിന് അംഗീകാരം നൽകി? എയർ ഇന്ത്യ. ഇപ്പൊ എയർ ഇന്ത്യയും വിസ്താര എയർലൈൻസും ഒന്നിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂൺ 6 നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എയർ ഇന്ത്യക്കും വിസ്താരയ്ക്കും ലയിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകി. ഈ ലയനത്തിന്റെ ഫലമായിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ എയർ ഇന്ത്യ. ടാറ്റ ഗ്രൂപ്പും സിംഗപ്പൂർ എയർലൈൻസും അതിന് സംയുക്തമായിട്ടുള്ള ഒരു സംരംഭം ആണ് വിസ്താര. സിംഗപ്പൂർ എയർലൈൻസിന് 25.1% ഓഹരിയാണ് എയർ ഇന്ത്യയിൽ ഉള്ളത്. ഇന്നലെ ജൂൺ 8 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. 6 ജൂൺ 2024 പുതിയ ലോക്സഭാ അംഗങ്ങളുടെ വിശദാംശങ്ങൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഏത് അതോറിറ്റിക്ക് സമർപ്പിച്ചു? പ്രസിഡന്റിനാണ് ഈ കഴിഞ്ഞ ജൂൺ 6 ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. വനിതകളുടെ സിംഗിൾസ് ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് 2024 നേടിയത് ആരാണ്? ഇഗ സ്വൈതക്. 15ാം കേരള സംസ്ഥാന നിയമസഭയുടെ 11ാം സമ്മേളനം ഏത് തീയതിയിലാണ് ആരംഭിക്കുന്നത്? 10 ജൂൺ 2024. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? രാഹുൽ ഗാന്ധി. 2024 ജൂൺ 8 അന്തരിച്ച ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകന്റെ പേര് ചെറുകുരി രാമോജി റാവു. 2024 ജൂൺ 8 പാർലമെന്ററി പാർട്ടിയുടെ ചെയർപേഴ്സണായി ആരാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? സോണിയാഗാന്ധി. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വിസ്താര എയർലൈൻസ് ഏത് കമ്പനിയുമായി ലയിക്കുന്നതിന് അംഗീകാരം നൽകി? എയർ ഇന്ത്യ. ഇന്ന് ജൂൺ 9 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് 2022-23 ഒന്നാമതെത്തിയ സംസ്ഥാനം? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്നും അപ്ഡേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കൂ. നമുക്ക് എന്തായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഓരോ പരീക്ഷകളിലും ഇന്റർവ്യൂവിലും എവിടെയും നമുക്ക് അത് അറിയാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.